തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ അപൂർവമായ കൗതുകകരമായ പല സ്ഥാനാർത്ഥിത്വത്തിനും കേരളം സാക്ഷ്യം വഹിക്കാറുണ്ട്. ഭാര്യയും ഭർത്താവും ഒരേ സമയം മത്സരത്തിനിറങ്ങുന്നതും, സഹോദരങ്ങൾ ഒരേ സമയം മത്സരത്തിനിറങ്ങുന്നതും, അച്ഛനും മക്കളും ഒരേ സമയം മത്സരത്തിനിറങ്ങുന്നതും, അമ്മയും മക്കളും ഒരേ സമയം മത്സരത്തിനിറങ്ങുന്നതുമെല്ലാം കേരളത്തിൽ നിന്ന് സാധാരണമായ ഒരു കാഴ്ചയാണ്. പലപ്പോഴും ഇവരിൽ പലരും ഒരേ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് വരുന്നതും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ കൗതുകകരമായ ഒരു സ്ഥാനാർത്ഥിത്വത്തിനാണ് പാലാ നഗരസഭ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പാലാ നഗരസഭയിലെ 26 വാർഡുകളിൽ 3 വാർഡുകളിൽ ഒരേ സമയം മത്സരത്തിനിറങ്ങുന്നത് 2 സഹോദരങ്ങളും അവരിൽ ഇളയ സഹോദരൻ്റെ മകളുമാണ്. പാലാ നഗരസഭയിലെ തെക്കേക്കരയിലുള്ള 13, 14, 15 വാർഡുകളിൽ നിന്നാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കൗതുകത്തിന് വേണ്ടി എന്നതിനപ്പുറം വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് കരുത്തുറ്റ ഒരു മത്സരമാണ് ഈ കുടുംബസഖ്യം കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് പാലായിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലാകാൻ കഴിയുന്നതാണ്. കാരണം ഇവരിൽ ഇളയ സഹോദരനായ ബിനു പുളിക്കക്കണ്ടം 2 പതിറ്റാണ്ട് കാലമായി പാലാ നഗരസഭയിലെ നഗരസഭാ കൗൺസിലറാണ്. അതായത് 2005, 2010, 2010, 2015, 2015, 2020, 2020, 2025 കാലഘട്ടങ്ങളിലായി 13-ാം വാർഡിനെയും 14-ാം വാർഡിനെയും 15-ാം വാർഡിനെയും പ്രതിനിധീകരിച്ച് ഇദ്ദേഹം നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. 2020-25 കാലഘട്ടത്തിൽ CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാണ് ബിനു പുളിക്കക്കണ്ടം പാലാ നഗരസഭയിലെത്തിയത്. ബിനു പുളിക്കക്കണ്ടം എന്ന ഈ മൂവർ സംഘത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വം തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കോൺഗ്രസിലൂടെയാണ്. അന്ന് കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും UDFന്റെ ഭാഗമായതിനാൽ തന്നെ മാണി ഗ്രൂപ്പിന് ബിനുവിനെ പോലൊരു യുവ നേതാവിൻ്റെ വളർച്ചയോട് അസഹിഷ്ണുതയുണ്ടായതിനാൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും ടിക്കറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ബിനു സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മത്സരിച്ച് വിജയിക്കുകയുമായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് വിജയിക്കുകയുമാണ് ചെയ്തത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലെ 26 സീറ്റുകളിൽ കേവലം ഒരു സീറ്റിൽ മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അവരുടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത്. ഈ മൂവർ സംഘം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് പാലായുടെ രാഷ്ട്രീയ മണ്ണിൽ ഏറെ പ്രസക്തിയുണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് വിരുദ്ധതയ്ക്കുപരിയായി ജോസ് കെ മാണി വിരുദ്ധതയാണ്. ഇതിന് ഇവർക്ക് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അതിലൊന്നാമത്തെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിനുവിൻ്റെ കോൺഗ്രസിനുള്ളിലെ വളർച്ചയെ തടയാൻ പോലും കേരള കോൺഗ്രസ്സുകാർ ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി 2020-25 കാലഘട്ടത്തിലുണ്ടായ ചില രാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോൾ ഇത്തരം അപൂർവമായ ഒരു സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയുടെ പിറവിക്ക് വഴിവെച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 40 വർഷമായി പാലാ നഗരസഭയിൽ അധികാരം കൈയാളിയിരുന്നത് കേരള കോൺഗ്രസ് ചെയർമാൻമാർ മാത്രമാണ്. ഇതിന് ഏക അപവാദം എന്ന് പറയാവുന്നത് 2022-23 കാലഘട്ടമാണ്. ഈ 2022-23 കാലഘട്ടത്തിൽ CPMന്റെ വനിതാ പ്രതിനിധിയായ ജോസിൻ ബിനോയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ചെയർമാൻ പദവി ഏറ്റെടുത്ത് 1 വർഷക്കാലം ഈ പദവി അലങ്കരിച്ചത്. ഈ 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് 2020-25 കാലഘട്ടത്തിൽ പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയോട് കൂടിച്ചേർന്ന് ഭരണം നടത്തുന്നത്. അന്ന് LDFന്റെ മുന്നണി മുൻധാരണകൾ അനുസരിച്ച് 3-ാം വർഷത്തെ ചെയർപേഴ്സൺ പദവി അല്ലെങ്കിൽ ചെയർമാൻ പദവി CPMന് അർഹതപ്പെട്ടതായിരുന്നു. CPMൽ നിന്ന് അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറും ചിഹ്നത്തിൽ വിജയിച്ച ഏക സ്ഥാനാർത്ഥിയുമായ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പേരാണ് ഐക്യകണ്ഠേന മുന്നണിയിലേക്ക് ചെയർമാൻ പദവിക്കായി നിർദ്ദേശിച്ചത്. എന്നാൽ ജോസ് കെ മാണി ബിനുവിനുമായുള്ള വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയ കുടിപ്പകയും കണക്കിലെടുത്ത് ഈ നിർദ്ദേശത്തെ എതിർക്കുകയും CPMന്റെ ഏറ്റവും ഉന്നതമായ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തി ബിനുവിനെ ഒഴിവാക്കുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ വരെ പതിവായിരുന്നു. ഇതിൻ്റെ പ്രതിഫലനമായി ആത്യന്തികമായി ബിനു CPMൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇവിടെയും നാം മനസ്സിലാക്കണം, ബിനു CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടത് CPMന്റെ ഇംഗിതത്തിന് അനുസൃതമായിട്ടായിരുന്നില്ല, നേരെ മറിച്ച് ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടായിരുന്നു. അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുവാൻ ജോസ് കെ മാണി വിഭാഗം പാലാ നഗരസഭയിൽ ഇത്രമാത്രം സമ്മർദ്ദ ശക്തിയാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുവാനായിട്ടാണ്
ബിനു തൻ്റെ സഹോദരനെയും മകളെയും കളത്തിലിറക്കി ഒരു സ്വതന്ത്ര മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളവും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഈ തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കും എന്നതും ഉയർന്നു വരുന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ CPM-നോ CPI-ക്കോ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും മത്സരിക്കുന്നില്ല എന്നതാണ് കൗതുകകരം. CPM-ന്റെയോ CPI-യുടെയോ ഇടതുപക്ഷ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ ജോസ് കെ മാണി അനുവദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും പാലാ നഗരസഭയിൽ CPM-ന് വേണ്ടി മത്സരരംഗത്തുണ്ടെങ്കിൽ കൂടിയും ഇവരെല്ലാവരും സ്വതന്ത്രന്മാരായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് ഇടതുമുന്നണിയുടെയോ പിണറായി വിജയന്റെയോ ബാനർ പാലായിൽ ഉപയോഗിക്കുവാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല. കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് മുന്നണിയുടെ ഭാഗമായി 5 വർഷം പിന്നിടുമ്പോഴും അധികാരത്തിൽ നിന്ന് വീതം പറ്റുമ്പോഴും ഇടതുമുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുവാൻ അവർ ഇന്നും തയ്യാറല്ല എന്നതാണ് വസ്തുത. ഈ സാഹചര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിനു പുളിക്കക്കണ്ടം പാലാ നഗരസഭയിൽ ഒരു സമ്മർദ്ദ ശക്തിയായി തീരുവാനുള്ള കരുനീക്കങ്ങളുമായി രംഗത്തെത്തുന്നത്. 2010-15 കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ 3 പേരെ സ്വതന്ത്ര മുന്നണിയായി അവതരിപ്പിച്ചുകൊണ്ട് ഈ നഗരസഭയിൽ സമ്മർദ്ദ ശക്തിയാകുവാൻ ബിനുവിന് സാധിച്ചിരുന്നു എന്ന ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. ഇനി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയാൽ ബിനുവിന്റെ ജ്യേഷ്ഠ സഹോദരനായ ബിജു പുളിക്കക്കണ്ടമാണ് ഒരു വാർഡിൽ മത്സരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് CPM നേതാവാണെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരം. UDF സ്ഥാനാർത്ഥികൾ ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. 2ാമത്തെ വാർഡിൽ ബിനു തന്നെ മത്സരത്തിനിറങ്ങുമ്പോൾ 3ാമത്തെ വാർഡിലാണ് ബിനു തന്റെ മകളെ മത്സരത്തിനിറക്കിയിരിക്കുന്നത്. പാലാ നഗരസഭയിലെ 15ാം വാർഡിൽ നിന്ന് മത്സരത്തിനിറങ്ങുന്ന ബിനുവിന്റെ മകൾ ദിയ ബി നായർ ഒരുപക്ഷെ പാലായിലെയും കോട്ടയത്തെയും കേരളത്തിലെ തന്നെയും ഏറ്റവും പ്രായം കുറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകുവാനും സാധ്യതയുണ്ട്. കാരണം ദിയ ബി നായരുടെ പ്രായം 21 കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള മിനിമം പ്രായവും 21 വയസ്സാണ്. എന്നാൽ ഈ പെൺകുട്ടി വളരെ ശക്തമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു എന്നതിനപ്പുറം മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുടെ പശ്ചാത്തലം കൂടി കൈമുതലാക്കിയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. പാലായിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ദിയ ബി നായർ പിന്നീട് മാന്നാനം KE സ്കൂളിൽ നിന്നാണ് +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രശസ്ത കോളേജുകളിലൊന്നായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA എക്കണോമിക്സിൽ ബിരുദ പഠനം പൂർത്തീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി MBA കോഴ്സിന് പഠിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ ഈ രാഷ്ട്രീയ പ്രവേശം എന്ന് പറയാൻ കഴിയുന്നതാണ്. ദിയെ സംബന്ധിച്ചിടത്തോളം ആ 3 വാർഡിലെയും ജനങ്ങൾക്ക് ഈ പെൺകുട്ടി സുപരിചിതയാണ്. ജനങ്ങളെ ഈ പെൺകുട്ടിക്കും അറിയാം. കാരണം തൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം തൻ്റെ പിതാവ് പ്രതിനിധീകരിച്ചിരുന്ന വാർഡുകളായിരുന്നു ഇവ 3 എന്നുള്ളതും വീട്ടിലേക്ക് എത്തുന്ന വോട്ടർമാരെ അഭിവാദ്യം ചെയ്തും അവരുമായി സംസാരിച്ചും കൃത്യമായ പരിചയം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതും ഈ പെൺകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു അനുകൂല ഘടകമാണ് എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിഭിന്നമായി പാലാ നഗരസഭയിലെയും പാലാ നിയോജക മണ്ഡലത്തിലെയും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് രാഷ്ട്രീയ കുടിപ്പകയുടെയും പാലാ രാഷ്ട്രീയത്തിൻ്റെയും ഒരു പശ്ചാത്തലം എന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ കുടിപ്പകയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സവിശേഷമായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മുന്നണി ഇപ്പോൾ ഈ 3 വാർഡുകളിൽ രൂപീകൃതമായിട്ടുള്ളത്. ഇവർക്ക് പാലാ നഗരസഭയുടെ അധികാരത്തിൽ ആരെത്തണമെന്നുള്ളതിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമോ, വാർഡുകളിൽ 3ലും ഇവർക്ക് വിജയിക്കുവാൻ കഴിയുമോ എന്നെല്ലാം അറിയുവാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ, അതായത് ഡിസംബർ 13 വരെ നാം കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. എന്നിരുന്നാലും പാലാക്കാർ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊടിപാറുന്ന തീ പാറുന്ന ഒരു പോരാട്ടത്തിനാകും 13ാം വാർഡും 14ാം വാർഡും 15ാം വാർഡും ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ വളരെ കൗതുകകരമായ പാലാ നഗരസഭയിലെ സ്ഥാനാർത്ഥി കാഴ്ചകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.